ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ചൈനീസ് ഡിഷസിനൊക്കെ യൂസ് ചെയ്യുന്ന ഷെസ്വാൻ സോസാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ 20 കാശ്മീരി ചില്ലിയും 10 എരിവുള്ള ചില്ലിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ബൗളിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി തിളച്ച ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഇത് സോക്ക് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് കുതിർക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ സ്പൂൺ കൊണ്ടുവന്ന് നമുക്ക് ഇത് താഴ്ത്തി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുതിർക്കുമ്പോൾ ഇത് അരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊരു ചെറിയ ജാറിലേക്ക് മാറ്റുകയാണ്. ഈ കുതിർത്ത് വെച്ച ചില്ലിയെല്ലാം ഇതെല്ലാം ജാറിലേക്ക് പകർത്തിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് അടച്ചിട്ട് നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതുപോലെ അരച്ചെടുക്കണം. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായില്ല അരച്ചപ്പോൾ. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണ ചേർക്കരുത്. 1/2 കപ്പ് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സോസിന് റിഫൈൻഡ് ഓയിൽസ് യൂസ് ചെയ്യാമുള്ളൂ. ഇത് എണ്ണയിലേക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതേ അളവിൽ തന്നെ ഒരു 1/2 കപ്പ് ഇഞ്ചി, അതായത് ഇതേപോലെ ചോപ്പ് ചെയ്തത്, അതും ഈ വെളുത്തുള്ളിയുടെ ഒപ്പം തന്നെ നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് പച്ചമണ്ണൊക്കെ മാറി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ ചില്ലി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് അതും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ചില്ലി പേസ്റ്റിൻ്റെയും ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് ഈ എണ്ണയിൽ കിടന്നിട്ട് മാറി വരണം. അപ്പോൾ അതിനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്തിളക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വിനീഗറും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2-3 മിനിറ്റ് നല്ലതുപോലെ ഗ്രേവി തിളയ്ക്കാനായിട്ട് ടൈം കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ ഗ്രേവി നല്ലതുപോലെ വെന്ത് എല്ലാ മിക്സും കൂടെ നല്ലതുപോലെ വേകാൻ വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് തിളപ്പിക്കണം. അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് കുറുകി ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം. കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇത് വെന്തോട്ടെ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ ഷെസ്വാൻ സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ചൈനീസ് ഡിഷസിൻ്റെ കൂടെയൊക്കെ ചേർത്താൽ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും കിട്ടും. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.